നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇടവകകളെക്കുറിച്ചാണ്. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച്. നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാവരുടെയും ശബ്ദം ഒരുപോലെ കേൾക്കുന്നുണ്ടോ? അതിനൊരു ഡിജിറ്റൽ പരിഹാരം സാധ്യമാണോ? നമുക്ക് നോക്കാം. ഈയൊരു സംഖ്യ നോക്കൂ. വെറും 3%. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ചെറിയ നമ്പറാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് ഇതൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. എന്താണീ 3% എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ഇതാണ് ഉത്തരം. നമ്മുടെ ഇടവകയിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ ശരാശരി കണക്കാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 100 പേരുണ്ടെങ്കിൽ വെറും 3 പേർ മാത്രം. അപ്പൊ ബാക്കി 97 പേരെവിടെ പോയി? ഈ ചിത്രം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കും, അല്ലേ? കണ്ടില്ലേ, ആ ചെറിയൊരു ഭാഗം, വെറും 3%. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്ന ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോ ആ വലിയ ഭാഗമോ, ആ 97% പേർ, അവരുടെ അഭിപ്രായങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? അവരൊരു നിശബ്ദ ഭൂരിപക്ഷമായി മാറുകയാണ്. അപ്പോ ആരാണ് ഈ നിശബ്ദരായ 97%? എന്തുകൊണ്ടാണ് അവർ ഈ ചർച്ചകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്? നമുക്കതിന്റെ കാരണങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഈ മാറി നിൽക്കുന്നവരാരാണെന്നറിയോ? അവര് വേറെ ആരുമല്ല, നമ്മുടെ ഇടവകയെ താങ്ങി നിർത്തുന്ന സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർ തന്നെയാണ്. പലപ്പോഴും ഈ പൊതുയോഗങ്ങളിലെ ഒരു പള്ളി രാഷ്ട്രീയമൊക്കെ കാരണം അഭിപ്രായം തുറന്നു പറയാൻ അവർക്കൊരു മടിയാണ്. അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ ഈ രീതികൾ മാത്രം പോരാ എന്ന് വ്യക്തമാണല്ലോ. അപ്പോ എവിടെയാണ് നമുക്കൊരു മാറ്റം വേണ്ടത്? എങ്ങനെയാണ് ആ മാറ്റം കൊണ്ടുവരാൻ കഴിയുക? നമുക്ക് നോക്കാം. ഈയൊരു വാചകം ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മുടെ ഇടവകകൾ ഇപ്പോഴും ഒരുപാട് പിന്നിലാണ്. കാലത്തിനനുസരിച്ച് നമ്മളും മാറിയേ തീരൂ. ഈയൊരു സത്യം നമ്മൾ എത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നോ അത്രയും നല്ലത്. അപ്പോ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ആ മാറി നിൽക്കുന്ന, ആ നിശബ്ദരായ 97% പേരുടെ ശബ്ദം, അത് നമ്മൾ എങ്ങനെ കേൾക്കും? ഈ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ഒന്നല്ല, പല വഴികളുണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാൻ സഹായിക്കുന്ന ചില പുതിയ ആധുനിക മാർഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇതിനായിട്ട് നമുക്ക് പ്രധാനമായും 2 വഴികൾ ഉപയോഗിക്കാം. ഒന്ന്, പുതിയ തലമുറയ്ക്ക്, അതായത് ചെറുപ്പക്കാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ രീതികൾ. 2, മുതിർന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധാരണ രീതികളും. ഈ ഡിജിറ്റൽ രീതികളെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്നല്ലേ? ഒന്നാമതായി, ഓൺലൈൻ സർവേകൾ നടത്താം. പിന്നെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഓൺലൈൻ മീറ്റിംഗുകൾ വയ്ക്കാം. അതുമല്ലെങ്കിൽ ഗൂഗിൾ ഫോംസ് പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് വളരെ വിശദമായി തന്നെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ ഒരു ഗൂഗിൾ ഫോം വഴി നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ പറ്റും? ഉദാഹരണത്തിന്, വികാരിയുടെയും കമ്മിറ്റിക്കാരുടെയും പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തൃപ്തരാണോ? അല്ലെങ്കിൽ പ്രാർത്ഥനാ യൂണിറ്റിലെ പ്രതിനിധികൾ വീട്ടിൽ വരാറുണ്ടോ? പുതിയതായിട്ട് എന്ത് പരിപാടികൾ തുടങ്ങണം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാൻ പറ്റും. അപ്പോ ഈ ഫോണും കമ്പ്യൂട്ടറുമൊന്നും അത്ര വശമില്ലാത്തവർ എന്തു ചെയ്യും? അവർക്ക് വേണ്ടിയാണ് ഈ രണ്ടാമത്തെ വഴി. പള്ളിയുടെ മുമ്പിൽ എല്ലാവർക്കും കാണുന്നവരിടത്ത് ഒരു നിർദ്ദേശപ്പെട്ടി വെക്കുക. സിമ്പിൾ. ആർക്കു വേണമെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പേര് വെക്കാതെ തന്നെ അതിലിടാലോ. ഓക്കെ, അപ്പോ ആശയങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കും? വെറുതെ പറഞ്ഞാൽ മതിയോ? പോരാ, നമുക്കതിന്റെ പ്രായോഗിക വശങ്ങളിലേക്ക് കടക്കാം. ഇത് നടപ്പിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെറും 3 സ്റ്റെപ്പുകൾ. ഒന്നാമതായി, ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ താൽപ്പര്യമുള്ള കുറച്ചുപേരുടെ ഒരു ചെറിയ ടീം ഉണ്ടാക്കുക. രണ്ടാമത്, ഒരു 3-6 മാസത്തേക്ക് ഇതൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിനോക്കുക. എന്നിട്ടോ 3ാമത്തെ സ്റ്റെപ്പ്, കിട്ടിയ ഫലം വെച്ച് വിലയിരുത്തുക. ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. അത്രയുള്ളൂ. അപ്പോ ഈ മാറ്റങ്ങളിലൂടെയൊക്കെ നമ്മൾ എന്താണ് ശരിക്കും ലക്ഷ്യമിടുന്നത്? എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന, എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ഇടവക. അതൊരു നല്ല കാഴ്ചപ്പാടല്ലേ? ഈ ചാർട്ടിലേക്ക് ഒന്നുകൂടി നോക്കൂ. ഇന്നു വെറും 3% നിൽക്കുന്ന പങ്കാളിത്തം ഒരു 60%ത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാലോ അതൊരു ചെറിയ മാറ്റമല്ല, അതൊരു വലിയ മുന്നേറ്റം തന്നെയായിരിക്കും, അല്ലേ? അപ്പോ ഈ പറഞ്ഞതിന്റെയൊക്കെ ആകെത്തുക എന്താണ്? എല്ലാവരുടെയും ശബ്ദത്തിന് വിലകൽപ്പിക്കുന്ന, എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന, യഥാർത്ഥത്തിൽ സ്നേഹവും ഐക്യവുമുള്ള ഒരു ഇടവകയായി നമ്മൾ മാറുക. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോ ഞാനൊരു ചോദ്യം ചോദിച്ച് നിർത്തുകയാണ്. നമ്മുടെ ഇടവകയുടെ പൊതുവായ കാര്യങ്ങളിൽ നിങ്ങളുടെ ശബ്ദവും കേൾക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഒന്നാലോചിച്ച് നോക്കൂ.